ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ജേണി സ്റ്റഡി വ്ലോഗിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ നോട്ട്ബുക്കിലൂടെ ഒന്ന് വായിച്ചാലോ? അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏതാണ്? ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏഷ്യയാണ്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡമാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഉപഭൂഖണ്ഡം ഏതാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡം. അടുത്തത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അതിർത്തികൾ. വടക്ക് ഹിമാലയം, വടക്ക് പടിഞ്ഞാറ് ഹിന്ദുക്കുഷ് സുലൈമാൻ നിരകൾ, വടക്ക് കിഴക്ക് പൂർവാചൽ, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം, തെക്ക് പടിഞ്ഞാറ് അറബിക്കടൽ, തെക്ക് കിഴക്ക് ബംഗാൾ ഉൾക്കടൽ. ഇനി നമുക്ക് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ, മാലിദ്വീപ്, ശ്രീലങ്ക. ഇന്ത്യയുമായി കരാതിർത്തിയുള്ള അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ. ഇന്ത്യയുമായി സമുദ്ര അതിർത്തി ഉള്ള അയൽ രാജ്യങ്ങളാണ് മാലിദ്വീപും ശ്രീലങ്കയും. അപ്പോൾ സമുദ്ര അതിർത്തി ഏതൊക്കെയാണ്? മാലിദ്വീപ്, ശ്രീലങ്ക. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ: ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ്. അടുത്തത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമേത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഇന്ത്യ. അടുത്തത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ചെറിയ രാജ്യം മാലിദ്വീപ്. സമുദ്രതീരത്തുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 9. സമുദ്രതീരത്തുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 9. അടുത്തത് കടൽ തീരമുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, ഗോവ, കർണാടക, ഒഡീഷ, കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ. ഇന്ത്യയുടെ വടക്കേറ്റം ഏതാണ്? ഇന്ദിരാകോൾ എവിടെയാണ്? ലഡാക്ക്. ഇന്ത്യയുടെ തെക്കേ അറ്റമാണ് ഇന്ദിരാ പോയിന്റ് അല്ലെങ്കിൽ പിഗ്മാലിയൻ പോയിന്റ്, പാർസൺസ് പോയിന്റ്. ഇതെവിടെയാണ്? ഗ്രേറ്റ് നിക്കോബാർ. അടുത്തത് ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം കന്യാകുമാരി എവിടെയാണ്? തമിഴ്നാട്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബുത്തു എവിടെയാണ്? അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം എവിടെയാണ്? ഹുഹാർ മോത്തി, ഗുജറാത്ത്. അടുത്തത് ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാണ്? ചൈന. അടുത്തത് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാണ്? മാലിദ്വീപ്. അടുത്തത് ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? ഭൂട്ടാൻ. അടുത്തത് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്, 4096.7 കിലോമീറ്റർ. ഇന്ത്യയുമായി ഏറ്റവും കുറവ് കരാതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാനാണ്, 106 കിലോമീറ്ററാണ്. അടുത്തത് അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 16 എണ്ണമാണ്. അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം 16 ആണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, ഉത്തരാഖണ്ഡ്, പശ്ചിമ ബംഗാൾ, സിക്കിം, ആസാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, മേഘാലയ. ഏതൊക്കെയാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, ഉത്തരാഖണ്ഡ്, പശ്ചിമ ബംഗാൾ, സിക്കിം, ആസാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, മേഘാലയ. അടുത്തത് അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലുത് ഏതാണ്? രാജസ്ഥാൻ. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലുത് രാജസ്ഥാൻ. ചെറുത് ആരാണ്? സിക്കിമാണ് ചെറുത്. അടുത്തത് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. എത്ര സംസ്ഥാനങ്ങളുമായിട്ടാണ്? 8 സംസ്ഥാനങ്ങളുമായിട്ടും ഡൽഹിയുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. അടുത്തത് ഒരേ ഒരു സംസ്ഥാനവുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ: സിക്കിം, മേഘാലയ. സിക്കിം, പശ്ചിമ ബംഗാൾ,